വൈദ്യുതി ഇല്ലാത്ത ഒരു ദിവസം വളരെ കഷ്ടത നിറഞ്ഞതാണ്. എന്നാൽ വൈദ്യുതി കുറച്ച് കാലങ്ങളിലേക്ക് ഇല്ലാതായാൽ എന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ചു നോക്കൂ. സൂര്യന്റെ പല നിറത്തിലുള്ള ചിത്രങ്ങളും വൈദ്യുതിയും തമ്മിൽ എന്താണ് ബന്ധം? വെള്ള നിറത്തിൽ വെട്ടിത്തിളങ്ങുന്ന സൂര്യനെയാണ് നമ്മൾ സൂര്യന്റെ ചിത്രങ്ങളിൽ കാണാറുള്ളത്. മനുഷ്യന് കാണാൻ സാധിക്കുന്ന എല്ലാ നിറവും ഒരേ സമയം പുറപ്പെടുവിപ്പിക്കുന്നത് കൊണ്ടാണ് സൂര്യനെ ഇങ്ങനെ വെള്ള നിറത്തിൽ കാണുന്നത്. എങ്ങനെയെന്നല്ലേ? ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രമാണ് നാം ഇവിടെ കാണുന്നത്. ഇതിൽ വേവ് ലെങ്ത് കൂടിയ റേഡിയോ വേവ് മുതൽ വേവ് ലെങ്ത് വളരെ കുറഞ്ഞ ഫ്രീക്വൻസി വളരെ കൂടിയ എക്സ്റേ, ഗാമ റേ വരെ കാണിച്ചിരിക്കുന്നു. ഇതിലെ വളരെ ചെറിയ ഭാഗമാണ് മനുഷ്യന് കാണാൻ സാധിക്കുന്ന വിസിബിൾ സ്പെക്ട്രം. ഇതിലെ നിറങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ വെള്ള വെളിച്ചം പുറപ്പെടുവിപ്പിക്കുന്നു. 7 നിറത്തിലുള്ള ഈ ഡിസ്ക് വേഗത്തിൽ കറങ്ങുമ്പോൾ വെള്ള നിറം ലഭിക്കുന്ന എക്സ്പെരിമെന്റ് നമ്മളിൽ പലവരും ചെയ്തിട്ടുണ്ടാകുമല്ലോ. കൗതുകമുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തു നോക്കാവുന്ന ഒന്നാണിത്. സൂര്യനിൽ നിന്നും നമ്മുടെ നഗ്നനേത്രം കൊണ്ട് കാണാൻ സാധിക്കാത്ത വെളിച്ചവും പുറപ്പെടുവിപ്പിക്കുന്നുണ്ട്. നാസയുടെ സോളാർ ഡൈനാമിക്സ് ഒബ്സർവേറ്ററി എന്ന സാറ്റലൈറ്റ് പകർത്തിയ ചിത്രങ്ങളാണിവ. 2010 സ്പേസിലേക്ക് അയച്ച ഈ സാറ്റലൈറ്റിന് പ്രത്യേക തരം ഫിൽട്ടറുകളുടെ സഹായത്തിൽ സൂര്യനെ 10 വ്യത്യസ്തമായ രീതിയിൽ കാണാൻ സാധിക്കും. കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്തത് ഇത് കാണുന്നു. മാത്രമല്ല, സയന്റിസ്റ്റുകൾ ഈ ചിത്രങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്ന രീതിയിലേക്ക് മാറ്റുന്നു. അതാണ് നമുക്ക് ഈ ചിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. വ്യത്യസ്തമായ നിറത്തിലുള്ള സൂര്യന്റെ ചിത്രങ്ങൾ എന്തിനെയെല്ലാമാണ് സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സൂര്യന്റെ അപ്പർ അറ്റ്മോസ്ഫിയറിലുള്ള ടെമ്പറേച്ചറുകളെയാണ് ഈ 3 വ്യത്യസ്ത ഫ്രീക്വൻസിയിലുള്ള ചിത്രങ്ങൾ കാണിക്കുന്നത്. സൂര്യനിൽ നിന്നും പുറത്തേക്ക് തെറിച്ചു പോകുന്ന ഗ്യാസസ് ആയ മെറ്റീരിയൽസിനെയാണ് ഈ ചിത്രം കാണിക്കുന്നത്. സൂര്യന്റെ പ്രതലത്തിലെ കാന്തിക വലയങ്ങളാണിത്. ഈ ചിത്രത്തിൽ കറുത്ത നിറത്തിലുള്ളത് അവിടുത്തെ കുറച്ച് ചൂട് കുറഞ്ഞ ഭാഗവുമാണ്. സൂര്യനിൽ ചെറിയ പൊട്ടിത്തെറി ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ് ഈ ചിത്രങ്ങളിൽ കാണുന്നത്. സൂര്യനിൽ ഉണ്ടാകുന്ന ആളിക്കത്തലിലെ ചൂടേറിയ ഭാഗത്തെ കാണിക്കുന്നതാണ് ഈ ചിത്രങ്ങൾ. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. എന്തിനാണ് വ്യത്യസ്തമായ ഫ്രീക്വൻസിയിലുള്ള സൂര്യന്റെ ചിത്രം ഇങ്ങനെ പകർത്തുന്നത്? സൂര്യനിൽ നിന്നും മെറ്റീരിയൽസ് പുറന്തള്ളപ്പെടാറുണ്ട്. ഇതിനെക്കുറിച്ച് അറോറയുടെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇതിൽ ചിലത് സാറ്റലൈറ്റുകളെ പ്രവർത്തനരഹിതമാകാൻ ശേഷിയുള്ളവയാണ്. എന്നാൽ ഭൂമിയുടെ കാന്തിക വലയം ഇവ ഭൂമിയിലേക്ക് എത്താതെ നോക്കുന്നു. സൂര്യനിൽ നിന്നുമുള്ള വളരെ ശക്തമായ തരത്തിലുള്ള പുറന്തള്ളലിനെ നമുക്ക് സോളാർ സ്റ്റോം എന്ന് വിളിക്കാം. അങ്ങനെ ഒന്ന് ഭൂമിയിലേക്ക് എത്തിയാൽ ഭൂമിയുടെ കാന്തിക വലയത്തിന് അതിനെ തടയാൻ സാധിക്കുകയില്ല. വളരെ ശക്തമായ സൂര്യനിൽ നിന്നുമുള്ള ആളിക്കത്തലിൽ നിന്നും ഭൂമിയിലേക്ക് എത്തുന്ന വൈദ്യുതി കാന്തിക തരംഗങ്ങൾ ഭൂമിയുടെ കാന്തിക വലയത്തിന് തടയാൻ ഒരു പക്ഷേ സാധിച്ചെന്ന് വരില്ല. ഇവ സാറ്റലൈറ്റിലെ ഇലക്ട്രോണിക് ഡിവൈസുകളെയെല്ലാം നശിപ്പിക്കാം. ഭൂമിയിലെ ഇലക്ട്രിക് ട്രാൻസ്ഫോമറുകളെയും ഇവ നശിപ്പിക്കുന്നു. വൈദ്യുതി ഉപയോഗിക്കുന്ന ഡിവൈസുകളെല്ലാം പ്രവർത്തനരഹിതമാക്കാൻ ശേഷിയുള്ളവയാണ് ഇവ. മൊബൈൽ ടവറുകളും പ്രവർത്തനരഹിതമാകും. സോളാർ സ്റ്റോം കടന്നു പോയതിനു ശേഷം നാശനഷ്ടം വന്ന് ഡിവൈസുകൾ വീണ്ടും പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. അതിനൊരു പക്ഷേ വർഷങ്ങൾ എടുത്തേക്കാം. ഇവിടെയാണ് ഈ പഠനത്തിന്റെ ആവശ്യകത വരുന്നത്. ഭൂമിയിലേക്ക് എത്തുന്ന സോളാർ സ്റ്റോമിനെ കുറിച്ച് മണിക്കൂറുകൾക്ക് മുന്നേ അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് മുന്നേ മനസ്സിലാക്കാൻ സയന്റിസ്റ്റുകൾക്ക് ഇതിലൂടെ സാധിക്കുന്നു. ഇങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചാൽ ഭൂമിയിലെ വൈദ്യുതി ഉപയോഗിക്കുന്ന എല്ലാത്തിനെയും ഷട്ട് ഡൗൺ ചെയ്യാം. സൂര്യനിലെ കാന്തിക വലയങ്ങൾ വലിയ നാശനഷ്ടം വരുത്താതെ കടന്നു പോയതിനു ശേഷം വീണ്ടും പ്രവർത്തിപ്പിക്കുവാൻ സാധിക്കുന്നതാണ്.